പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറമക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവിൽ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 19 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാണ്. കൃപാസ്ഥാനത്താലെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഞാൻ മക്കളെ കർത്താവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു. കർത്താവെ, ചില കൊച്ചു വരുമാനം കൊണ്ട് കുടുംബം ജീവിക്കുന്നുണ്ട് ഈശോയെ. അതിൻ്റെ മേലെ കർത്താവ് അതിനേക്കാൾ വലിയ കച്ചവടങ്ങളൊക്കെ വരുമ്പോൾ കച്ചവടം കുറഞ്ഞതിൻ്റെ പേരിൽ അവിടുന്ന് നിർത്തിപ്പോകേണ്ട അവസ്ഥ വന്നിട്ടുണ്ട് ഈശോയെ. പലരും പേടിച്ച് ജീവിക്കുന്നുണ്ട് ഈശോയെ. ഈശോയെ, ഒരു തൊഴിൽ സംഭരണം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിനേക്കാൾ മുതൽ അതേ ജോലി തന്നെ അവിടെ തന്നെ വന്ന് ചെയ്യണ കാരണം കർത്താവെ, ഇനി ജീവിക്കേണ്ട കാര്യമില്ല, ഇനി എനിക്കറിയാവുന്ന തൊഴിൽ ഇതാണ്, ഇതും കൊണ്ട് എന്നെ പൊറുപ്പിക്കത്തില്ലെന്ന് വിചാരിച്ചുകൊണ്ട്
മനസ്സ് നീർവേദനിക്കുന്നവരെ ഞാൻ പരിശുദ്ധ ദേവമാതാവിനെ ഏൽപ്പിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശടയാളത്തിൽ ദൈവശക്തി അനുഗ്രഹിക്കപ്പെടട്ടെ. കുഞ്ഞുങ്ങളില്ലാത്തവരെ, കുഞ്ഞുങ്ങൾ രോഗം വന്നിട്ടും പോകാതെ അങ്ങനെ മനസ്സും മടുത്ത് കുഞ്ഞുങ്ങളെയും കൊണ്ട് ജീവിക്കുന്ന മാതാപിതാക്കന്മാരുണ്ട്. എല്ലാ സന്തോഷവും പോയവരുണ്ട്. കുഞ്ഞുങ്ങൾ ജനിച്ചതിൻ്റെ പേരിൽ അവർക്കുണ്ടാകുന്ന മാരകമായ രോഗങ്ങൾ, മാറാത്ത രോഗങ്ങൾ കാരണം ജീവിതം തീർന്നെന്ന് വിചാരിച്ചിട്ട് ആ കുരിശിൽ ചുമന്നുണ്ടാക്കുന്നവരുണ്ട്. ഈശോയെ, അവരെല്ലാം നീ ശക്തിപ്പെടുത്തി പ്രാർത്ഥിക്കുന്നു. ഈശോയെ, നിനക്ക് താങ്ങാനാവാത്ത പ്രലോഭനം ഞാൻ നിനക്ക് നൽകത്തില്ലെന്ന് പറഞ്ഞ പോലെ കർത്താവ്, ഒരു മനുഷ്യനും താങ്ങാനാവാത്ത ദുഃഖം കൊടുത്ത് കർത്താവ് അവർ വീണപാട്ടത്തിന് കിടന്ന് അഴുകിപ്പോകാതിരിക്കാൻ കർത്താവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്നു. നീ എഴുന്നിരുന്ന് നടക്കുക. ദൈവവേദന സാമ്പത്തിക കടങ്ങളുള്ളവർ, ഗിഫ്റ്റ് നടപടിയുള്ളവർ, വന്ന് പെട്ടുപോയവർ, അന്യൻ്റെ കൈകളിലെ അധ്വാനത്തിൻ്റെ ഫലങ്ങൾ അകപ്പെട്ടു പോയവർ, അത് കേസായി പോയവർ, ഭാഗോടമ്പടി നടക്കാത്തവർ, ജോലി ലഭിക്കുമെന്ന് വിചാരിച്ചിരുന്നിട്ട് അത് അങ്ങനെ ആശിച്ച് മോഹിച്ചൊക്കെ ഇരുന്നതും അതും നഷ്ടപ്പെട്ടിരിക്കട്ടെ. ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാൻ പോലെ വിഷമിക്കുന്നവർ, അങ്ങോട്ടും ഇവിടെ കുറ്റം പറഞ്ഞ് എൻ്റെ കുഴപ്പമാണ്, ഞാൻ അന്നേ പറഞ്ഞതല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറ്റം വിധിക്കാനും നമ്മളെ കൊച്ചാക്കാനും ചെറുതാക്കാനും വെറുമയാക്കാനും അനേകം പേര് നിൽക്കും. കർത്താവ്, നീ മാത്രമേ അവർക്കുള്ളെന്ന് ഓർക്കണമേ. അയൽവാസികൾ തമ്മിൽ ഭിന്നതയും പുറത്തോട്ടിറങ്ങാൻ പറ്റാത്ത അവസ്ഥയുള്ളവർ, വിറ്റ് ചുട്ട് പോയാൽ മതി, പക്ഷേ വിൽക്കാൻ ആൾക്കാർ സമ്മതിക്കണമില്ല. ആ രീതി കിടന്ന് വിഷമിക്കുന്നവരുണ്ട്. സ്ഥലം വിറ്റ് മാറാൻ പറ്റാത്തവരുണ്ട്. വഴിയില്ലാത്ത സ്ഥലം എടുക്കാത്ത അവസ്ഥകളുണ്ട്. അതുകൊണ്ട് തന്നെ കൊത്തിക്കൊണ്ട് പറക്കാനും പറ്റത്തില്ല, എടുത്ത് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ അകപ്പെട്ടു പോയവരുണ്ട്. എൻ്റെ കർത്താവിൻ്റെ ഉന്നത നാമത്തിൽ ഇരുമ്പ് ചങ്ങലകളെ യേശുവിൻ്റെ നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ എന്ന് കൽപ്പിക്കുന്നു. ഈ സ്റ്റാറ്റസിനെ ടോർപ്പഡോ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഈ അനുഗ്രഹത്തിൻ്റെ അണക്കെട്ടുകളാണ് തുറക്കാൻ പോണത്. അതെന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ പറയാൻ കാരണം വെച്ചാൽ, ഇപ്പോൾ ഈ സാത്താനില്ലേ, സാത്താൻ യേശുവിൻ്റെ അടുത്ത് ഉയർത്തണ വെല്ലുവിളികൾ, ചാലഞ്ചസ് എന്താണ്? സ്റ്റാറ്റസിൻ്റെ ചാലഞ്ചസാണ്. ആദ്യം സാത്താൻ ചെയ്യണത് യേശുവിൻ്റെ സ്റ്റാറ്റസിനെ ക്വസ്റ്റ്യൻ ചെയ്യും. നമ്മുടെയൊക്കെ ആരെങ്കിലും സ്റ്റാറ്റസിനെ ക്വസ്റ്റ്യൻ ചെയ്താണ്ടല്ല, അപ്പം നമ്മളെ നിറം മാറും. പിന്നെ നമ്മളത് അവൻ പറഞ്ഞ തെറ്റാണെന്ന് പറയാൻ വേണ്ടി നമുക്കൊരു വെല്ലുവിളി, ഒരു പ്രലോഭനമുണ്ട്. ദാറ്റ് ടെംപ്റ്റേഷൻ. യു ആർ സേയിങ് അട്ടർ നോൺസെൻസ്. നിങ്ങൾ എന്നെ വെല്ലുവിളിക്കൊന്നും വേണ്ട, ഞാനത് തന്നെയാണെന്ന് പറയും. അത് പറയിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് യേശുവിൻ്റെ സ്റ്റാറ്റസിന് ഇവൻ ഇതാണ്, നീ ദൈവപുത്രനാണ്. സ്റ്റാറ്റസ് അല്ലേ? നീ ദൈവപുത്രനാണെങ്കിൽ എന്നിട്ട് ഒരു അസൈൻമെൻറ്റ് കൊടുക്കും. അപ്പം നമുക്ക് ഒരു പ്രലോഭനം തോന്നും. എന്താ ചെയ്യാൻ സാത്താൻ ചെയ്യണത്? എന്താണ്? നമ്മൾ കല്ലുകൾ അപ്പമാക്കി കാണിക്കും. പക്ഷേ ഇനി വരാൻ പോകുന്ന ജനതയ്ക്ക് മുഴുവൻ എല്ലാവരും കല്ലപ്പമാക്കാൻ പറ്റുമോ? ഇപ്പോൾ വിശപ്പ് എന്നുള്ളൊരു വിഷയത്തെ ജീസസ് വളരെ തന്ത്രപരമായിട്ട് വിശപ്പുമായിട്ട്, മാനവരാശിയുടെ മുഴുവൻ വിശപ്പുമായിട്ട് യേശു വിശപ്പെന്ന് പറയുന്ന വലിയ പ്രത്യാഘാതം ഉണ്ടാക്കുന്ന വിഷയവുമായിട്ട് ഈശോ കണ്ടുമുട്ടുന്ന സമയമാണത്. പല ആൾക്കാരും വിശപ്പിൻ്റെ പേരിലാണ് ദൈവത്തെ തള്ളി പറയണത്, അല്ലേ? വിശപ്പിൻ്റെ പേര്, നിരീശ്വരവാദത്തിൻ്റെ ഒരു ഭാഗം വരണത് വിശപ്പ് ഇവിടെ ഉണ്ടെന്ന് പറയുമ്പോഴാണ്. യൂറോപ്പ് നിരീശ്വരവാദത്തിലേക്ക് ഇപ്പോൾ പോണത് അവർക്ക് വിശപ്പില്ലാത്തത് കൊണ്ടാണ്. ഇപ്പോൾ വിശപ്പ് അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട ഒരു കാര്യമാണ്. അപ്പോഴേ ഈശോ എന്താ പറയണത്? വിശപ്പിനെ കുറിച്ച് എന്താ പറയണത്? ലൂക്കാ 4:3 വായിച്ചേ. അപ്പോൾ പിശാച് അവനോട് പറഞ്ഞു, നീ ദേവപുത്രനാണെങ്കിൽ ഈ കല്ലിനോട് അപ്പമാകാൻ കൽപ്പിക്കുക. യേശു അവനോട് പറഞ്ഞു, അപ്പം കൊണ്ട് മാത്രമല്ല മനുഷ്യൻ ജീവിക്കുന്നത് എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. അപ്പോൾ നമ്മുടെ സ്റ്റാറ്റസ് നമ്മൾക്ക് ഡീപ്രമോട്ട് ചെയ്യാം, പക്ഷെ വേറെ ആൾക്കാർ നമ്മളെ ഡീപ്രമോട്ട് ചെയ്യാം. ഇപ്പം ഇനി ദൈവപുത്രനല്ല എന്നാണല്ല പിശാച് പറയണത്. അതുപോലെ നിങ്ങൾ ചെയ്യണത് ശരിയല്ല, നിങ്ങൾ തട്ടിപ്പാണെന്ന് പറയുന്ന ആൾക്കാരില്ലേ?
ചിലർ അങ്ങോട്ടും വഴക്കിടുമ്പോൾ നിങ്ങൾ സ്റ്റാറ്റസ് ഡീപ്രമോട്ട് ചെയ്തിട്ട് നിങ്ങൾ സൂത്രശാലിയാണ്, എനിക്ക് ഇപ്പോഴാണ് നിങ്ങളെ മനസ്സിലായതൊക്കെ ഭാര്യ അപ്പം ഭർത്താവിനോട് പറയാൻ കേട്ടിട്ടില്ലേ? അപ്പം ഭർത്താവ് ചോദിക്കും നിനക്ക് എന്നാ കുന്തം മനസ്സിലായെന്നാ പറയണത് എന്ന് തിരിച്ചു ചോദിക്കും. ഒരു കാര്യം ഇപ്പം സ്റ്റാറ്റസ് ഒരു പ്രോബ്ലമാണ്. മാതാവ് ഈ വിഷയത്തിൽ പറയുമേ ശക്തനായവൻ, ലൂക്കാ 1:49, ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അതെന്താണ് വലിയ കാര്യം? എന്താണ്? ലൂക്കാ 1:48, അവിടുന്ന് തന്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഈ സ്റ്റാറ്റസ് മാതാവ് സ്വയമായിട്ട് ചുരുക്കി ലോ ചെയ്ത്, അതാണ് താഴ്മയെന്ന് പറയുന്നത്. മറ്റുള്ളവർ സ്റ്റാറ്റസ് ലോ ചെയ്യുമ്പോൾ നമ്മൾ സ്റ്റാറ്റസ് ഉയർത്താൻ വേണ്ടിയാണ് ആൾക്കാർ ശ്രമിക്കണത്. പക്ഷേ ആധ്യാത്മിക മാർഗം എന്ന് പറയണത് മറ്റുള്ളവർ നമ്മുടെ സ്റ്റാറ്റസ് ലോ ചെയ്യുമ്പോൾ നമ്മളും അത് അക്സെപ്റ്റ് ചെയ്ത് സ്റ്റാറ്റസ് ലോ ചെയ്യണം. എന്താ കാര്യം? ശക്തനായവൻ അവിടെ നിനക്ക് വലിയ കാര്യങ്ങൾ ചെയ്ത്, അതായത് ആ ഉയർത്തിയിരിക്കുന്നത് പറഞ്ഞാൽ ഉയർത്തിയിരിക്കണം. എന്താ പറഞ്ഞത്? ഉയർത്തിയിരിക്കണെ കുറിച്ച് എന്താ പറഞ്ഞത്? ലൂക്കാ 1:52, ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ടു, എളിയവരെ ഉയർത്തി. ആരുയർത്തി? നാട്ടുകാരും വീട്ടുകാരും പാർട്ടിക്കാരും അല്ല, പിന്നെ ആരാണ്? ദൈവം. ഇപ്പം ദൈവം ആരാണ് ഉയർത്തണത്? സ്റ്റാറ്റസ് ലോ ചെയ്യുന്നവരെ ഉയർത്തും. മറ്റുള്ളവർ സ്റ്റാറ്റസ് നമ്മളെ ലോ ചെയ്യുമ്പോൾ നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം മാതാവിനെ പോലെ. അതിനെന്താ മാതാവ് ചെയ്തിരിക്കണത്? ഹൃദയത്തിൽ സംഗ്രഹിച്ചു. 19:19 എടുക്ക്. മറിയമാകട്ടെ ഇവയെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഗാഢമായി ചിന്തിച്ചുകൊണ്ടിരുന്നു. ഹൃദയത്തിൽ സംഗ്രഹിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ അർത്ഥം അറിയാമോ? ആ സിറ്റുവേഷൻ അക്സെപ്റ്റ് ചെയ്യുന്നതാണ്. അവരെന്താ അട്ടയന്മാരല്ലേ പറയണത്? അട്ടയന്മാരെന്താ പറയണത്? ഇതാണ് രാജശിശു, നമ്മളോട് പറഞ്ഞ പോലെ തന്നെ പിള്ളക്കച്ചയിൽ പൊതിഞ്ഞ് കിടക്കണമെന്ന് പറയും. അപ്പോൾ രാജശിശു പിള്ളക്കച്ചയിൽ പൊതിഞ്ഞ് കിടക്കുന്ന കാര്യമാണ് ഈ അപ്പോസ്തലന്മാർ സ്റ്റാറ്റസ് അല്ല, ഈ അട്ടയന്മാർ സ്റ്റാറ്റസായിട്ട് പറയണത്. മറിയമാകട്ടെ ഈ വിഷയം ഹൃദയം സംബന്ധിച്ച് അത് അക്സെപ്റ്റ് ചെയ്യുന്നത്, സ്റ്റാറ്റസ് ലോ ചെയ്ത് ദൈവം മറിയത്തിൻ്റെ സ്റ്റാറ്റസ് ലോ ചെയ്തത് മറിയം അക്സെപ്റ്റ് ചെയ്തു. അതിനാൽ ദൈവം അവനെ അത്യധികം ഉയർത്തി. 5ാമത്തെ ദൈവരഹസ്യത്തിൽ എന്താ പറയണത്? സ്വലോകങ്ങളുടെ രാജ്ഞിയായി മുട്ടിദ്ധരിപ്പിക്കപ്പെടുമ്പോൾ ഈ സ്റ്റാറ്റസ് ഉയർത്തിയ ആളെയാണ്, സ്റ്റാറ്റസ് താഴ്ത്തിയ ആളെ ദൈവം ഉയർത്തിക്കൊണ്ട് വരേണ്ടതാണ്. സ്വർഗത്തിൻ്റെ സ്റ്റാറ്റസിന് വേണ്ടിയാണ് ഭൂമിയിൽ നമ്മൾ ദൈവവചനത്തിൽ അധിഷ്ഠാനപ്പെടുത്തിക്കൊണ്ട് നമ്മൾ സ്റ്റാറ്റസ് ലോ ചെയ്യണത്. അത് നമ്മൾക്ക് ലോ ചെയ്യാൻ പറ്റും. അടിച്ചേൽപ്പിക്കപ്പെട്ട ലോയുണ്ട്, മറ്റുള്ളവർ ആട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള സ്റ്റാറ്റസ് ലോ ചെയ്യുന്ന അവസ്ഥ ഉണ്ട്. ഇതെല്ലാം ആധ്യാത്മികതയുടെ വഴിയാത്രയിലുള്ള മൈൽ സ്റ്റോണുകളാണ്. പേര് ധന്യ സിജു. ഞങ്ങൾ തൊടുപുഴയിൽ നിന്ന് വരുന്നു. ഞങ്ങൾ താമസിക്കുന്നത് ബെൽജിയത്താണ്. അവിടെ ഫാമിലിയായിട്ട് ഞങ്ങൾ അവിടെയാണ് താമസിക്കുന്നത്. ഞങ്ങൾ ഉടമ്പടി എടുക്കുവാനുണ്ടായ സാഹചര്യം ഞങ്ങളുടെ മൂത്ത മകൾക്ക് വേണ്ടിയിട്ടായിരുന്നു. മോൾക്ക് ഇപ്പോൾ 7 വയസ്സുണ്ട്. അപ്പം മറ്റുള്ളവരോട് ഇടപെടുമ്പോൾ 3 വയസ്സായപ്പോഴാണ് കൊച്ച് ബെൽജിയത്തിലേക്ക് വന്നത്. അതിനു മുമ്പ് നാട്ടിലായിരുന്നു. അവിടെ ബെൽജിയത്തിൽ വന്ന് കുറച്ച് നാളുകൾക്ക് ശേഷം സംസാരം വളരെയധികം കുറഞ്ഞു. അതുപോലെ തന്നെ മറ്റുള്ളവരോട് ഇടപെടാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. ആരെങ്കിലും ഞങ്ങളുടെ അടുത്ത് ഒരു കുഴപ്പമില്ലായിരുന്നു. പക്ഷേ വീട്ടിൽ വേറെ ആരെങ്കിലും വരുമോ, പരിചയമില്ലാത്ത ആൾക്കാരെ കാണുമ്പോൾ അവരോട് മിണ്ടത്തില്ല. റൂമിലെല്ലാം ഇപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ കയറി കഥ കടയ്ക്കും. അങ്ങനെ സ്കൂളിലും അതുപോലെ തന്നെയായിരുന്നു. മറ്റു കുട്ടികളോട് കൂട്ടുകൂടത്തൊന്നുമില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ പേരിൽ ഒത്തിരി വിഷമം അനുഭവിച്ചു. ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടായിരുന്നു ഞാൻ മെയിനായിട്ടും ഓൺലൈൻ ഉടമ്പടി എടുത്തത്. അങ്ങനെ 2023 ഞങ്ങൾ ഓൺലൈൻ ഉടമ്പടി എടുത്തു. ഇപ്പം കൊച്ചിന് അങ്ങനെ ഉണ്ടായിരുന്ന ആ ഒരു പ്രശ്നം പൂർണ്ണമായിട്ടും മാറിക്കിട്ടി. ഇപ്പം മറ്റുള്ളവരോടെല്ലാം നന്നായിട്ട് ഇടപെടും, സംസാരിക്കും, എല്ലാം ചെയ്യുന്നുണ്ട്. മാതാവ് തന്ന ഈ അനുഗ്രഹത്തിന് ഒത്തിരി നന്ദി പറയുന്നു. അതുപോലെ തന്നെ രണ്ടാമതായിട്ട് ഞങ്ങൾക്കുണ്ടായിരുന്ന മറ്റൊരു നിയോഗമായിരുന്നു ഒരു കുട്ടിയും കൂടെ ഉണ്ടാകുക എന്നുള്ളത്. മൂത്ത കുട്ടിക്ക് 7 വയസ്സായിട്ടും അതിനുശേഷം ഞാൻ കൺസീവ് ആയിട്ടില്ല.
അങ്ങനെ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് മാതാവ് ഞങ്ങൾക്ക് ഒരു പെൺകുഞ്ഞിനെയും കൂടി തന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചു. ഉടമ്പടി ഞങ്ങളുടെ സുഹൃത്തുക്കൾ, ഉടമ്പടി എടുത്ത മറ്റ് സുഹൃത്തുക്കൾ വഴിയായിട്ട് ഞങ്ങൾക്ക് ഉടമ്പടി ഉപ്പ് ഒക്കെ ലഭിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങളത് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പ്രഗ്നൻസിയുടെ ടൈമിലാണെങ്കിലും എനിക്ക് വേറെ ഒരു കോംപ്ലിക്കേഷനും ഉണ്ടാകാണ്ട് നല്ല ആരോഗ്യമുള്ളൊരു പെൺകുഞ്ഞിനെ നൽകി മാതാവ് ഞങ്ങളെ അനുഗ്രഹിച്ചു. മൂന്നാമതായിട്ട് പറയാനുള്ള സാക്ഷ്യം ഡ്രൈവിംഗ് ലൈസൻസ് ലഭിച്ചതിൻ്റെയാണ്. എനിക്ക് ഇവിടെ നാട്ടിൽ വണ്ടി ഓടിച്ച് യാതൊരു പരിചയമില്ല. ഞാൻ ആദ്യമായിട്ടാണ് ബെൽജിയത്തിൽ വണ്ടി ഒരു ലൈസൻസിന് വേണ്ടിയിട്ട് പരിശ്രമിക്കുന്നത്. അപ്പം അത് കിട്ടുക എന്നുള്ളത് ഒരു വലിയൊരു കാര്യമായിരുന്നു. അത് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ ഞാൻ ആദ്യത്തെ അറ്റംപ്റ്റിൽ ഞാൻ ടെസ്റ്റ് അറ്റൻഡ് ചെയ്തു. അതെനിക്ക് ഭയങ്കര പാടായിരുന്നു. അങ്ങനെ അത് ഫെയിലായി. അങ്ങനെ രണ്ടാമത്തെ പ്രാവശ്യം വീണ്ടും ഒരു അറ്റംപ്റ്റും കൂടി ചെയ്തു. അത് ഞാൻ നല്ലതായിട്ടാണ് ചെയ്തതെന്നായിരുന്നു ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ ആ സമയം എനിക്കത് ലഭിച്ചില്ല. അങ്ങനെ 2 പ്രാവശ്യവും ലഭിക്കാത്തതിന് പിന്നെ മൂന്നാമതൊരു ടെസ്റ്റ് അറ്റൻഡ് ചെയ്യണമെങ്കിൽ വീണ്ടും ഒരു ഡ്രൈവിംഗ് സ്കൂളിൽ പോയി ഒരു 6 മണിക്കൂർ ക്ലാസ് അറ്റൻഡ് ചെയ്തതിന് ശേഷം മാത്രമാണ് മൂന്നാമത്തെ പ്രാവശ്യം ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെ അതിന് ഡേറ്റ് കിട്ടാൻ വളരെ പാടായിരുന്നു ഒരു ഡ്രൈവിംഗ് സ്കൂളിൽ. അങ്ങനെ പ്രാർത്ഥിച്ച് ഞങ്ങൾക്കൊരു ഡ്രൈവിംഗ് സ്കൂളിൽ ഒരു ഡേറ്റ് കിട്ടി. അങ്ങനെ കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനിങ്ങനെ മാതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു എനിക്കൊരു അടയാളം കിട്ടണമെന്ന്. അതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾ ആ ഡ്രൈവിംഗ് സ്കൂളിൽ ചെന്നപ്പോൾ അവിടുത്തെ ഇൻസ്ട്രക്ടർ ബ്ലൂ കളർ ഷർട്ടാണ് ധരിച്ചിരുന്നത്. അങ്ങനെ ഞങ്ങൾക്ക് മാതാവ് ഒരു അടയാളം കാണിച്ചു തന്നു. അങ്ങനെ ഞാൻ അതിന് ശേഷം മൂന്നാമത്തെ ടെസ്റ്റിൻ്റെ ദിവസം വന്നു. അപ്പം 2 പ്രാവശ്യം ടെസ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഞങ്ങളുടെ പ്രാർത്ഥനാ ജീവിതം കുറച്ചും കൂടി മെച്ചപ്പെടുത്താമെന്ന് തീരുമാനിച്ച് ഞങ്ങൾ 2 പേരും കൂടെ ഒന്നിച്ച് ഒരു 4 കൊന്ത എല്ലാ ദിവസവും ഒന്നിച്ച് ചെല്ലാൻ തുടങ്ങി. അതുപോലെ തന്നെ കുറച്ചും കൂടി സാക്ഷ്യങ്ങളും അങ്ങനെ പ്രാർത്ഥന കുറച്ചും കൂടി കൂട്ടി. അങ്ങനെ മൂന്നാമത്തെ ദിവസം ഞാൻ ടെസ്റ്റിന് പോകുന്നതിൻ്റെ അന്ന് ആദ്യമായിട്ട് ഞാൻ ഇങ്ങനെ യൂട്യൂബ് തുറങ്ങുമ്പോൾ ആദ്യമായിട്ടാണ് ഒക്ടോബർ 18 2024 ജോസഫ് അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് എൻ്റെ യൂട്യൂബിൽ ഓപ്പണായിട്ട് വരുന്നത്. അങ്ങനെ ഞാൻ അന്ന് അത് ആദ്യമായിട്ട് ഞാൻ ഡെയിലി ബ്രെഡ് കൂടി അന്ന് അച്ഛൻ നിയോഗം പറയാൻ പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ഈ ലൈസൻസിൻ്റെ കാര്യം പറഞ്ഞ് പ്രാർത്ഥിച്ചു. എൻ്റെ ഞാൻ ടെസ്റ്റ് തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പം എനിക്ക് പാടായിരുന്നു ടെസ്റ്റ്. ലാസ്റ്റ് ടെസ്റ്റ് എല്ലാം കഴിഞ്ഞ് തിരിച്ച് വന്നു കഴിയുമ്പോഴാണ് ഇവർ റിസൾട്ട് പറയുന്നത്. പക്ഷേ ആ സമയത്ത് എന്നോട് എക്സാമിനേറ്റർ പറഞ്ഞു, ഞാൻ ചെയ്ത മിസ്റ്റേക്സുകൾ പറഞ്ഞു. പക്ഷേ എന്നിട്ടും എനിക്ക് ലൈസൻസ് ഞാൻ തരുവാണ് എന്ന് പറഞ്ഞ് എനിക്ക് ലൈസൻസ് തന്നു. അത് രണ്ടാമത്തെ പ്രാവശ്യം ഞാൻ എക്സാം പാസ്സായിരുന്നെങ്കിൽ ഞാനത് എൻ്റെ മെറിറ്റ് കൊണ്ടാണ് എനിക്ക് ആ ലൈസൻസ് കിട്ടിയതിൽ നിന്ന് വിശ്വസിക്കുമായിരുന്നു. അപ്പോൾ മാതാവ് അതുകൊണ്ടാണ് എനിക്ക് ആ രണ്ടാമത്തെ പ്രാവശ്യം തരാണ്ടിരുന്നത്. എനിക്ക് മൂന്നാമത്തെ പ്രാവശ്യം എൻ്റെ മെറിറ്റ് കൊണ്ടല്ല, നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് ഓഫ് ഗോഡ് എന്ന് പറയുന്ന പോലെ എനിക്ക് അങ്ങനെ അതിൻ്റെ അനുഗ്രഹത്താൽ എനിക്ക് മൂന്നാമത്തെ പ്രാവശ്യം എനിക്ക് ലൈസൻസ് കിട്ടി. അതൊരു വലിയ ദൈവാനുഗ്രഹമാണ് ഞങ്ങൾക്ക് ലഭിച്ചത്. അതുപോലെ തന്നെ ഞാൻ ഡെലിവറിയുടെ ടൈമിൽ അമ്മയ്ക്ക് വിസയ്ക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം അവിടെ ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാനൊന്നും ആരുമില്ലായിരുന്നു. അപ്പം അമ്മയൊന്ന് വരുമായിരുന്നെങ്കിൽ ഞങ്ങളിങ്ങനെ നിയോഗം വെച്ച് ഞങ്ങൾ ഓരോ 3 മാസം കൂടുമ്പോഴും ഞങ്ങൾ ഈ ഓൺലൈൻ ഉടമ്പടി പുതുക്കിക്കൊണ്ടിരിക്കുകയാണ്. നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് അമ്മയ്ക്ക് വിസ അടിക്കുകയും അമ്മയ്ക്ക് എന്നെ വന്ന് ഹെൽപ്പ് ചെയ്യാൻ സാധിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ മറ്റൊരു നിയോഗമായിരുന്നു ഞങ്ങളുടെ വീടിനോടടുത്ത് തന്നെ ഒരു പ്രോപ്പർട്ടി വാങ്ങാൻ വേണ്ടിയിട്ട്. അപ്പം സാക്ഷ്യത്തിലൊക്കെ കേൾക്കുന്ന പോലെ തന്നെ ഞങ്ങളും ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു അതിന് വേണ്ടിയിട്ട്. അങ്ങനെ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ മറ്റൊരു പ്രോപ്പർട്ടി മാതാവിൻ്റെ അനുഗ്രഹത്താൽ മേടിക്കാൻ സാധിച്ചു. അതുപോലെ തന്നെ ഞങ്ങളുടെ കയ്യിൽ ഈ ഉടമ്പടി ഉപ്പ് സുഹൃത്തുക്കൾ വഴി ലഭിച്ചത് ഞങ്ങൾ ഓരോ ചെറിയ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ആ ഉപ്പിട്ട് പ്രാർത്ഥിച്ചാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓരോ കാര്യത്തിന് ഞങ്ങൾ അത് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൂത്ത മോൾക്ക് അലർജിയുടെ അസുഖം ഉണ്ടായിരുന്നു. എക്സിമ പോലെ കയ്യിൽ വരുമായിരുന്നു.
അപ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ടായിരുന്നു ഒരു 6-7 വർഷമായിട്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം വീണ്ടും കയ്യിൽ വന്നപ്പം ഞാനിങ്ങനെ പറഞ്ഞു, മാതാവിൻ്റെ ഉപ്പ് തേച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കാം, നമുക്ക് മാതാവ് മാറ്റിത്തരുമെന്ന് പറഞ്ഞു. അങ്ങനെ ഉപ്പ് തേച്ച് പ്രാർത്ഥിച്ചിട്ട് പിറ്റേ ദിവസം ആയപ്പോഴത്തേക്കും കൊച്ചിൻ്റെ കയ്യിൽ നിന്ന് അത് കംപ്ലീറ്റ് ആയിട്ടത് മാറി. അപ്പോഴത്തേക്കും കൊച്ചിനും ഭയങ്കര വിശ്വാസമാണ്. അങ്ങനെ ഞങ്ങൾക്ക് മാതാവ് ഇത് മെയിനായിട്ട് ഇതൊക്കെയാണ്. മാതാവ് ഇങ്ങനെ ഇത്രയും അനുഗ്രഹങ്ങൾ ഞങ്ങൾ തന്നെ ഞങ്ങളെ അനുഗ്രഹിച്ചു. ഞങ്ങളുടെ ആത്മീയമായിട്ടെന്ന് പറഞ്ഞാൽ പണ്ടൊക്കെ ഞങ്ങളിപ്പോൾ വീട്ടിൽ ലേറ്റായിട്ട് വരും അങ്ങനെ ആയിരുന്നെങ്കിൽ ഞങ്ങൾ കുടുംബ പ്രാർത്ഥന മുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇപ്പം കുടുംബ പ്രാർത്ഥന ഒരിക്കലും മുടങ്ങാറില്ല. അതുപോലെ തന്നെ ബൈബിൾ വായന ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ വിശുദ്ധ കുർബാന സാധിക്കുമ്പോഴെല്ലാം ഇപ്പോൾ കൂടാറുണ്ട്. അവിടെ ആയതുകൊണ്ട് എല്ലാ ആഴ്ചയും കൂടാൻ സാധിക്കാറില്ല. പറ്റുമ്പോഴെല്ലാം ഓൺലൈനായിട്ടും വിശുദ്ധ കുർബാന കൂടുന്നുണ്ട്. പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ട് ഞങ്ങൾ ചെയ്യുന്നത്, നാട്ടിൽ എല്ലാ മാസവും ഒരു അനാഥാലയത്തിലേക്ക് ഞങ്ങൾക്ക് കിട്ടുന്ന സാലറിയുടെ ഒരു ഭാഗം അയച്ചു കൊടുക്കാറുണ്ട്. ഞങ്ങൾ പ്രേക്ഷിത പ്രവർത്തനം. പിന്നെ അതുപോലെ തന്നെ അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് എന്ന സ്റ്റാറ്റസ് ഇടുകയും മറ്റുള്ളവർക്ക് സാക്ഷ്യങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാറുണ്ട്. ഉടമ്പടി ധ്യാനവും മുടങ്ങാതെ കൂടാറുണ്ട്. അതുപോലെ തന്നെ ഡെയിലി ബ്രെഡ് കൂടിയിട്ടാണ് ഞങ്ങളുടെ ദിവസം ആരംഭിക്കുന്നത്. മാതാവ് ഞങ്ങൾക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു. ജോയൽ പ്രവാചകൻ്റെ പുസ്തകം 2-ാം അധ്യായം 28-ഉം 29-ഉം തിരുവചനങ്ങൾ. അന്ന് ഇങ്ങനെ സംഭവിക്കും, എല്ലാവരുടെയും മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. യുവാക്കൾക്ക് ദർശനങ്ങളുണ്ടാകും. ഉടമ്പടിയുടെ എല്ലാ നിബന്ധനകളും എല്ലാ വാഗ്ദാനങ്ങളും നമുക്ക് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും കാണാൻ സാധിക്കും. പഴയ നിയമത്തിൻ്റെ പൂർത്തീകരണമാണ് പുതിയ നിയമമെന്ന് നമുക്കറിയാം. ഇവിടെ സിജു തോമസും കുടുംബവും വളരെ സാഹസികമായ ഒരു സാക്ഷ്യമാണ്, പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് നമ്മോട് പങ്കുവച്ചത്. സിജുവിന് ഒരുപാട് നന്മകളെക്കുറിച്ചും അവർക്ക് ലഭിച്ച ക്രിസ്തു അനുഭവങ്ങളെക്കുറിച്ചുമൊക്കെയാണ് ഇവിടെ വിവരിക്കാനും സാക്ഷ്യപ്പെടുത്താനും ഉണ്ടായത്. മൂത്ത കുഞ്ഞിൻ്റെ ഒരു സ്മാർട്ട്നെസ് വരാൻ വേണ്ടിയായിരുന്നു. അവൾ വളരെ ഡള്ളായിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ് ഇവരിവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. അപ്പോൾ ഉടമ്പടി എടുത്തത് മൂലം തങ്ങളുടെ ആ ജീവിത സ്റ്റൈൽ തന്നെ മാറി. എപ്പോഴും പ്രാർത്ഥനയിലായിരിക്കാനും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനൊക്കെയുള്ള ഒരു വലിയ കൃപ ഈ കുടുംബത്തിന് ലഭിച്ചു. അതുപോലെ തന്നെ ആ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചു തുടങ്ങിയപ്പോൾ 6 വർഷമായിട്ടുണ്ടായിരുന്ന അലർജി മാറിപ്പോയി, സൗഖ്യപ്പെട്ടു. അവർ കൃത്യമായി വളരെ സൂക്ഷ്മതയോടുകൂടി ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ചതിൻ്റെ ഫലമായി അവർക്ക് ആ കുഞ്ഞിന് സൗഖ്യം ലഭിച്ചു. അലർജിയിൽ നിന്ന് സൗഖ്യം, എക്സ്കിമോ പോലെയുള്ളൊരു അസുഖം അവൾക്ക് സൗഖ്യപ്പെട്ടെന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. ധന്യയ്ക്ക് ലൈസൻസ് കിട്ടുവാനായി വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്ന ഒരു സമയമുണ്ടായിരുന്നു. പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മാധ്യസ്ഥം വഴിയാണ് 3-ാമത്തെ തവണ, 2 തവണ 2 അറ്റംപ്റ്റ് ഫെയിലായെങ്കിലും 3-ാമത്തെ തവണ ധന്യയ്ക്ക് ലൈസൻസ് ലഭിച്ചു. പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മാധ്യസ്ഥവരോട് ഇതിനെല്ലാം നേർച്ച വസ്തുക്കളുടെ ഉപയോഗം കൃത്യമായി ഉപയോഗിക്കുകയും പ്രാർത്ഥിക്കുകയും കാത്തിരിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി അവർക്ക് ലൈസൻസ് ലഭിച്ചു. അതുപോലെ തന്നെ അവർക്ക് 2-ാമത്തെ ഒരു കുഞ്ഞിന് വേണ്ടി അവർ ദാഹിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥയിൽ അവർക്കൊരു കുഞ്ഞിനെ ലഭിച്ചു. അവർക്ക് എപ്പോഴും എന്താവശ്യം തന്നെയായാലും അവരുടെ അമ്മയെ അവരുടെ കുടുംബത്തിലേക്ക്, വീട്ടിലേക്ക് കൊണ്ടുവരണമെന്നൊരാഗ്രഹമുണ്ടായിരുന്നു. അപ്പോൾ അതിനുവേണ്ടി വിസയ്ക്ക് അപ്ലൈ ചെയ്തപ്പോൾ അതും അങ്ങനെ എല്ലാ കാര്യങ്ങളും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഈ ഉടമ്പടിയിലൂടെ അവർക്കെല്ലാം സാധിക്കുകയായിരുന്നു. പ്രോപ്പർട്ടി ലഭിക്കാനായിട്ട് അവർ എടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ പ്രോപ്പർട്ടി വാങ്ങണം, അവിടെ ഒരു വീട് വാങ്ങണം എന്ന് അവർക്കൊരാഗ്രഹം ഉണ്ടായിരുന്നതെല്ലാം പരിശുദ്ധ അമ്മ അവർക്ക് സാധ്യമാക്കി കൊടുത്തു. ഈ 3-ാമത്തെ പ്രാവശ്യം ലൈസൻസ്, 2-ാമത്തെ പ്രാവശ്യം ലൈസൻസ് ഫെയിലായപ്പോൾ ഇവർക്ക് ലഭിച്ച ഒരു ഉൾക്കാഴ്ചയാണ് തങ്ങളുടെ കൃപാജീവിതത്തിൽ വളരണം, അല്ലെങ്കിൽ ഉടമ്പടി ജീവിതത്തെ വളരെയധികം മനോഹരമാക്കണം, വളരെ ഊർജ്ജസ്വലമാക്കണം, വചനത്തിൽ അധിഷ്ഠിതമായൊരു ജീവിതം ഉണ്ടാകണമെന്നവർ വളരെയധികം ആഗ്രഹിക്കുകയും തീക്ഷ്ണമായി പ്രവർത്തിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി ഇപ്പോൾ അവൾ വളരെ സന്തോഷത്തോടെ സമാധാനത്തോടും കൂടി അൾത്താരയിലേക്ക് സാക്ഷ്യം പറയാനായിട്ട് കയറിയിരിക്കുകയാണ്. നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും സാക്ഷ്യത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും നല്ലൊരു കൈയ്യടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. എൻ്റെ പേര് ബിബി ഷോബി. ഞാൻ കോതമംഗലത്തു നിന്നാണ് വരുന്നത്. ഇതെൻ്റെ ഭർത്താവ് ഷോബി. കഴിഞ്ഞ വർഷം മാർച്ച് മാസത്തിലാണ് ഏട്ടന് ക്യാൻസറാണ് എന്ന് ഞങ്ങൾ അറിഞ്ഞത്. എറണാകുളത്തെ പ്രമുഖമായ ഒരു ഹോസ്പിറ്റലിൽ ഞങ്ങൾ ചെല്ലുകയും
അവിടെ ചെന്നപ്പോൾ ക്യാൻസറിൻ്റെ തുടക്കമാണെന്ന് ഡോക്ടർമാർ പറയുകയും ചെയ്തു. ആ സമയത്ത് 4 കീമോ എടുത്തതിന് ശേഷം ഒരു സർജറിയും കൂടി നടത്തി കഴിഞ്ഞാൽ രോഗത്തിൽ നിന്ന് പൂർണ്ണമായി മുക്തനാവുമെന്ന് ഡോക്ടർ പറയുകയും അങ്ങനെ സർജറി നടത്തി. അപ്പോൾ യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാവില്ല എന്നുള്ള ഒരു സമാധാനത്തിലാണ് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ആ സർജറി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഓരോ സമയവും ക്രിട്ടിക്കൽ സ്റ്റേജിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് 8 മണിക്കൂറോളം പറഞ്ഞ സർജറി 12 മണിക്കൂറോളം നീണ്ടപ്പോൾ എല്ലാവരും ഒരുപാട് ഭയപ്പാടിലായി. പ്രാർത്ഥനയുടെ ശക്തിയും കൂടിക്കൊണ്ടിരുന്നു. ആ സമയത്ത് ഞാൻ എപ്പോഴും എനിക്ക് സങ്കടങ്ങൾ വരുമ്പോൾ വിളിക്കാറുള്ള ഒരു സിസ്റ്ററിനെ വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുക്കുക, ഇപ്പം തന്നെ അങ്ങനെ നേര്, അപ്പോൾ എല്ലാം ശരിയാവും. പക്ഷെ ഞാൻ പറഞ്ഞു, എനിക്ക് കൃപാസനത്തിൽ പോകാനും അറിയില്ല, എൻ്റെ വീട്ടിൽ നിന്ന് അതിന് അനുവാദം കിട്ടുകയുമില്ല, അപ്പോൾ ഞാൻ എന്താണെങ്കിലും അങ്ങനെ ഒന്നും നേരുന്നില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് സർജറിക്കെല്ലാം ശേഷം ഞങ്ങൾ വീട്ടിൽ വന്നു. 2-3 ദിവസം കഴിഞ്ഞപ്പോൾ വീട്ടിൽ ഒരു ചേട്ടൻ വന്ന് കൃപാസന പത്രം എൻ്റെ കയ്യിൽ തരുവാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ഈ പത്രം വേണ്ട, കാരണം എനിക്ക് എനിക്ക് വിശ്വാസമില്ല, പിന്നെ കുട്ടികളുള്ളതുകൊണ്ട് സൂക്ഷിക്കാൻ ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് എനിക്ക് പത്രം വേണ്ട എന്ന് പറഞ്ഞ് ഞാൻ ആ ചേട്ടനെ തിരിച്ചയക്കുകയുണ്ടായി. അതിനുശേഷം വീണ്ടും ഒരു 4 കീമോയൊക്കെ ചെയ്തു, പെറ്റ് സ്കാൻ എടുത്തു, യാതൊരു കുഴപ്പവുമില്ല. പക്ഷേ അതിനുശേഷം ഫോളോ അപ്പിന് ചെന്ന് കഴിഞ്ഞപ്പോഴാണ് വീണ്ടും നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു ക്യാൻസർ സെൽസ് ഏട്ടൻ്റെ ശരീരത്ത് കാണപ്പെട്ടത്. അത് നമ്മൾ ആരും പ്രതീക്ഷിച്ചതല്ല. ഞങ്ങളെല്ലാവരും എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരവസ്ഥയിലായി. ഡോക്ടർ പറഞ്ഞു, ഇനി സർജറി ഒന്നും ചെയ്യാനായിട്ട് പറ്റില്ല, കീമോ മാത്രമേ നമ്മുടെ മുന്നിൽ മാർഗമുള്ളൂ എന്ന് പറഞ്ഞു. പിന്നീടുള്ള ആ സമയത്താണ് ഹസ്ബൻഡിൻ്റെ പെങ്ങള് എൻ്റെ കുഞ്ഞേച്ചി എന്നോട് പറഞ്ഞു, ബേബി നമുക്ക് കൃപാസനത്തിലൊന്ന് പോവാം. അപ്പോൾ വീണ്ടും ഞാൻ കൃപാസനം എന്ന് കേൾക്കുവാണ്. അപ്പോൾ ഞാൻ ഒന്നും ആലോചിച്ചില്ല. പിന്നെ ഇനി ജീവിതം മുന്നോട്ടില്ല എന്നുള്ളൊരവസ്ഥയിൽ നിൽക്കുവാണ് ഡോക്ടർമാർ പറയുന്നത് കേട്ട്. ഞാൻ ഉടനെ തന്നെ ജനുവരി 23 ഇവിടെ വന്നു, ഉടമ്പടി എടുത്തു. അത്രയും കാലം ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. യാക്കോബായ സഭയിൽ ജനിച്ചു വളർന്ന ഞാൻ തികച്ചും ഒരു ദൈവവിശ്വാസിയാണെന്ന് സ്വയം വിശ്വസിച്ചിരുന്ന ഒരാളാണ് ഞാൻ. നന്നായി പ്രാർത്ഥിക്കും, പള്ളിയിൽ പോവും, ബൈബിള് വായിക്കും, എല്ലാം ചെയ്യും. പക്ഷേ യഥാർത്ഥ പ്രാർത്ഥന എന്താണെന്ന് കൃപാസനത്തിൽ വന്നപ്പോഴും എങ്ങനെയാണ് മാതാവിനോടും ദൈവത്തോടും പ്രാർത്ഥിക്കേണ്ടതെന്നും എങ്ങനെയാണ് ഒരു വിശ്വാസത്തിൻ്റെ പാതയിലൂടെ ഞാൻ സഞ്ചരിക്കേണ്ടതെന്നും ഞാൻ പഠിച്ചു. അങ്ങനെ അത്രയും കാലം കുട്ടികൾ എന്ന് പറഞ്ഞ് നടന്ന് പ്രാർത്ഥിക്കാൻ സമയമില്ലാതിരുന്ന എനിക്ക് ഇപ്പോൾ പ്രാർത്ഥനയ്ക്ക് മാത്രമാണ് എനിക്ക് സമയമുള്ളൂ. അങ്ങനെ വീണ്ടും സർജറിക്ക് ശേഷം വീണ്ടും കീമോ ചെയ്തു. അതിനുശേഷം ഫോളോ അപ്പിന് ചെല്ലാനായിട്ട് ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവിടെ ചെന്നപ്പോൾ വീണ്ടും സെൽസ് കണ്ടു. അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു, ഇനി ഒന്നും ചെയ്യാനില്ല, നമുക്ക് കീമോ ചെയ്യാം. അങ്ങനെ 4 കീമോ ചെയ്തു. ഞാൻ ഉടമ്പടി എടുത്തു, പ്രാർത്ഥിച്ചു എല്ലാ ദിവസവും. ഏറ്റവും ആദ്യം ഞാൻ ഉടമ്പടി ഇവിടെ നിന്ന് എടുത്ത് ഞാൻ വീട്ടിൽ ചെന്ന് കഴിഞ്ഞ് അന്ന് ഞാൻ കഞ്ഞിയിൽ വിശ്വാസ പ്രമാണം ചൊല്ലി ഉപ്പിട്ട് കഞ്ഞി കൊടുത്തു. പക്ഷേ ഏട്ടൻ വളരെയധികം എന്നോട് ദേഷ്യപ്പെട്ടു, ഇതിൻ്റെ ഒന്നും ഒരു ആവശ്യം എനിക്കില്ല, ഞാനിതിലൊന്നും വിശ്വസിക്കുന്നില്ല, നീ അപ്പം ഞാൻ പറഞ്ഞു, ഏട്ടൻ വിശ്വസിക്കണ്ട, പക്ഷേ കൃപാസനത്തിൻ്റെ അൾത്താരയിൽ വന്ന് നിന്ന് സാക്ഷ്യം പറയാൻ മാതാവ് അനുഗ്രഹിച്ചാൽ അന്ന് എന്നോടൊപ്പം വന്ന് നിന്ന് ഏട്ടൻ സാക്ഷ്യം പറയണമെന്ന്. ഏട്ടൻ അതിന് ഒരു മറുപടി ഒന്നും പറഞ്ഞില്ല. പക്ഷേ അന്ന് മുതൽ ഇന്ന് വരെ ഉടമ്പടി തൈലം എടുത്ത് നെറ്റിയിലും നെഞ്ചിലും കുരിശ് വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി, സ്വർഗസ്ഥനായ പിതാവ് ചൊല്ലി, നന്മ നിറഞ്ഞ മറിയവും ചൊല്ലി എല്ലാ ദിവസവും പ്രാർത്ഥിച്ചതിന് ശേഷം മാത്രമായിരുന്നു ഞങ്ങൾ കിടന്നിരുന്നത്. പിന്നീട് 4 കീമോ കഴിഞ്ഞു, പെറ്റ് സ്കാൻ ഡേറ്റ് തന്നു. ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അതിന് പെറ്റ് സ്കാനിന് 2 ദിവസം മുമ്പ് എൻ്റെ മനസ്സിൽ തോന്നുക, ജോസഫ് അച്ഛൻ്റെ അടുത്തൊന്ന് വന്നം, അനുഗ്രഹം പ്രാപിക്കണം. അപ്പോൾ ഏട്ടനെ കൊണ്ട് സർജറി കഴിഞ്ഞ സമയമാണെങ്കിലും വരാൻ പറ്റുമോയെന്ന് എനിക്കൊരു പേടിയുണ്ടായിരുന്നു. എങ്കിലും ഞാൻ പറഞ്ഞപ്പോൾ എന്തുകൊണ്ടോ ഏട്ടൻ തടസ്സങ്ങളൊന്നും പറഞ്ഞില്ല. ഇവിടെ വന്ന് അച്ഛനെ കണ്ടു, അച്ഛൻ പ്രാർത്ഥിച്ചു. ആ സമയത്തും എൻ്റെ നിർബന്ധത്തിന് വഴങ്ങി മാത്രമാണ് ഏട്ടൻ ഇവിടെ വന്നത്. അച്ഛൻ കൊടുത്ത കാശ് രൂപം ഏട്ടൻ മാലയിൽ ഇടുക പോലും ചെയ്തില്ല, പേഴ്സിലിട്ടു.
അച്ഛൻ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഏട്ടൻ വിശ്വാസമില്ലാതെ തന്നെയാണ് തിരിച്ചിങ്ങോട്ട് പോകുന്നത്. ആ സമയത്ത് ഞാനിവിടെ അച്ഛനെ കാണാനായിട്ട് നിന്ന സമയത്താണ് എനിക്ക് മുല്ലപ്പൂവിൻ്റെ അഭിഷേകം, എനിക്ക് ശരിക്കും മുല്ലപ്പൂവിൻ്റെ സുഗന്ധം എനിക്ക് കിട്ടി. അപ്പം ഞാൻ ഓർത്ത്, ദൈവമേ ഇത് എവിടെ നിന്നായിരിക്കും? അപ്പം ഞാൻ ഈ സാക്ഷ്യങ്ങളും പ്രാർത്ഥന എല്ലാം കേൾക്കുമ്പോൾ ഞാൻ മഴവില്ല് കാണും, മുല്ലപ്പൂവിൻ്റെ സുഗന്ധം വരും. അപ്പോൾ ഞാൻ എൻ്റെ മാതാവ് എൻ്റെ അടുത്ത് തന്നെ ഉണ്ട്, എൻ്റെ ഏട്ടൻ എന്താണെങ്കിലും എൻ്റെ മാതാവ് സുഖപ്പെടുത്തും, ഇനി ഞാൻ പേടിക്കേണ്ട യാതൊരു കാര്യവുമില്ല. പിന്നെ ഞാൻ അവിടെ നിന്ന് ഞാൻ ഈ അൾത്താരയുടെ മുമ്പിൽ നിന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ഈ കൃപാസനത്തിൻ്റെ അൾത്താരയിൽ വന്ന് നിന്ന് ഈ ലോകത്തോട് മുഴുവനും എൻ്റെ ഏട്ടൻ്റെ ക്യാൻസർ രോഗം പൂർണ്ണമായി മാറുമെന്ന് ഞാൻ സാക്ഷ്യം പറയുമെന്ന്. അതേപോലെ തന്നെ 12 കീമോയും പൂർത്തീകരിച്ച് ആ പെറ്റ് സ്കാനിന് തൊട്ട് മുമ്പ് ഞാൻ അച്ഛൻ്റെ അടുത്ത് കൊണ്ടുവന്നു. ഏട്ടൻ പൂർണ്ണ വിശ്വാസത്തോടെ എന്ന് പറഞ്ഞാൽ, എടി ഞാൻ നിൻ്റെ കൂടെ പോരാമെന്ന് പറഞ്ഞ് അച്ഛൻ്റെ അടുത്ത് വന്ന് നിന്ന് അച്ഛനോട് ഒരു വാക്ക് പറയണമെന്ന് ഞാൻ ഏട്ടനോട് പറഞ്ഞു. അതുവരെ ഒന്നും പറയാതിരുന്ന ഏട്ടൻ അച്ഛനോട് പറഞ്ഞു, 25-ാം തീയതി എൻ്റെ പെറ്റ് സ്കാനാണ് അച്ഛൻ, പ്രാർത്ഥിക്കണോട്ടോ എന്ന്. അച്ഛൻ പ്രാർത്ഥിച്ചു. അച്ഛൻ നെഞ്ചിൽ ഉടുമ്പടി തൈലം പുരട്ടി പ്രാർത്ഥിച്ച് ആശീർവദിച്ചു. അതോടുകൂടി എനിക്ക് ഉറപ്പായി എന്താണെങ്കിലും ഇനി യാതൊരു കുഴപ്പവുമില്ല എന്ന്. 27-ാം തീയതി റിസൾട്ട് വന്നു. പെറ്റ് സ്കാനിൽ ക്യാൻസർ എന്ന ആ മഹാരോഗം ഏട്ടൻ്റെ ശരീരത്തിൽ നിന്ന് പൂർണ്ണമായും വിട്ടുമാറി എന്ന് സാക്ഷ്യപ്പെടുത്തിക്കൊണ്ടുള്ള റിപ്പോർട്ടാണ് വന്നത്. അതുമാത്രമല്ല, എൻ്റെ ഈ പരിശോധിച്ചുകൊണ്ടിരുന്ന ഡോക്ടർ ആരുമില്ലാതെ ഒരു ദിവസം എന്നെ വിളിച്ചു പറഞ്ഞു, 6 മാസം അല്ലെങ്കിൽ 8 മാസം അത്രയും കാലമാണ് ശോഭി തൻ്റെ കൂടെ ഉണ്ടാവുകയുള്ളൂ, ഇനി അങ്ങനെ ചിന്തിച്ച് വേണം മുന്നോട്ട് പോവാൻ. അന്നേരം ഞാൻ പറഞ്ഞു, ഒരു മിറക്കിൾ സംഭവിക്കും, എന്താണെങ്കിലും എൻ്റെ മാതാവ് എന്നെ കൈവിടില്ല എന്ന് ഞാൻ ഡോക്ടർക്കിടെ കൈ പിടിച്ച് വാക്ക് കൊടുത്താൽ ഞാൻ പോകുന്നത്. ആ വാക്ക്, ആ ഒരു പ്രാർത്ഥന, ആ മാതാവ് എന്നെ കരുതി, എൻ്റെ കുടുംബത്തെ കരുതി ഇന്ന് പൂർണ്ണ ആരോഗ്യത്തോടെ യാതൊരു കുഴപ്പവുമില്ലാതെ ഇവിടെ വന്ന് നിൽക്കണം. ഇന്നത്തെ ദിവസം ഈ സാക്ഷ്യം പറയാൻ വേണ്ടി ഞാൻ ഈ അൾത്താരയിൽ ഇവിടെ വന്ന് നിന്നപ്പോഴും എനിക്ക് തടസ്സങ്ങൾ മാത്രമായിരുന്നു. പക്ഷെ മാതാവിൻ്റെ കണ്ണീര് കണ്ടു. ആ അൾത്താരയിൽ മാതാവിൻ്റെ മുന്നിൽ പോയി നിന്നപ്പോൾ മാതാവിൻ്റെ രൂപം കൈകളിൽ ഏന്തിക്കൊണ്ടാണ് ഞാൻ ഉടമ്പടി പുതുക്കാനായിട്ട് എനിക്ക് സാധിച്ചത്. എൻ്റെ ജീവിതത്തിൽ ഇനി ഏട്ടൻ ഒന്നും വരില്ല, ഞങ്ങളുടെ കുടുംബത്തെയും ഏട്ടനെയും മാതാവ് കാത്തുകൊള്ളും എന്നുള്ള ആ ഒരു ഉറച്ച വിശ്വാസം ഞങ്ങളുടെ കുടുംബത്തിനുണ്ടായി. ഒരിക്കലും വിശ്വസിക്കാത്ത കൃപാസനത്തെ തള്ളിപ്പറഞ്ഞ, അങ്ങനെ തന്നെ ഞാൻ പറയാം, കൃപാസനത്തെ തള്ളിപ്പറഞ്ഞ ഏട്ടൻ്റെ ഈ നാവും കൊണ്ട് തള്ളിപ്പറഞ്ഞ ഏട്ടൻ കൃപാസനത്തിൽ സാക്ഷ്യം പറയാൻ ഉടമ്പടി എടുത്ത നീ സാക്ഷ്യം പറയണ്ട, ഞാൻ പറയാം, ഞാൻ ജനങ്ങളോട് വിളിച്ചു പറയാമെന്ന്. ഇന്ന് ഞാൻ ഇവിടെ വന്ന അച്ഛൻ്റെ കാല് പിടിച്ചത് ഈ ലോകം മുഴുവനും കേൾക്കെ എൻ്റെ സാക്ഷ്യം പറയാൻ, എൻ്റെ ഏട്ടനെ എനിക്ക് പഴയതുപോലെ തിരിച്ചു തന്നത് എൻ്റെ മാതാവാണെന്ന് ഈ ലോകത്തോട് തിരിച്ചു പറയാൻ എനിക്ക് സാധിച്ചു. മാതാവേ നന്ദി, 1000 നന്ദി, കോടാനുകോടി നന്ദി. ഇവിടെ വന്ന് ഒരാളും വിഷമിച്ച് ഇറങ്ങിപ്പോയേ വേണ്ട. എന്താണെങ്കിലും മാതാവ് കരുതി ചേർത്തുകൊള്ളും. മാതാവ് ഉടമ്പടിയിൽ പറഞ്ഞതുപോലെ എല്ലാ പ്രാർത്ഥനകളും പുണ്യപ്രവൃത്തികളും ഞാൻ കിട്ടുന്ന ശമ്പളം ഇതിനു മുമ്പ് ഒരു കാര്യത്തിന് ഞാൻ ഉപയോഗിച്ചിട്ടില്ല. എൻ്റെ കുട്ടികൾക്ക് കുറേ ബേക്കറി മേടിക്കാനും അതേപോലെ വീട്ടിലേക്കുള്ള സാധനങ്ങൾ മേടിക്കാനും എനിക്ക് ഡ്രസ്സ് മേടിക്കാനും മാത്രം കാശ് ഉപയോഗിച്ചിരുന്ന ഞാൻ ഇന്ന് പുണ്യപ്രവർത്തികൾ ചെയ്യാൻ, രോഗീ സന്ദർശനത്തിനും അനാഥാലയങ്ങളിലും എല്ലാം ഞാൻ ഓടി നടക്കുക. ആർക്കാണ് എൻ്റെ ആവശ്യം വേണ്ടത് എന്നോർത്ത് കൃപാസനത്തിൻ്റെ പത്രവുമായിട്ട് ഞാൻ പോകുമ്പോൾ ഞാൻ മഴ നോക്കൂല, വെയിൽ നോക്കൂല, മുസ്ലിങ്ങളുടെ ഇടയിൽ പോകും, ഞാൻ എവിടെ വേണമെങ്കിലും പോയി ആരുടെ അടുത്തും ചെന്ന് കൃപാസനത്തിലെ മാതാവിൻ്റെ പത്രമാണ് അന്ന് ഞാൻ സാക്ഷ്യമായിട്ട് പറഞ്ഞത്. എൻ്റെ ഏട്ടൻ്റെ ക്യാൻസർ എന്ന മഹാരോഗം പൂർണ്ണമായി ആ ശരീരത്തിൽ നിന്ന് മാതാവ് എടുത്തു മാറ്റി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന സാക്ഷിയാണ് ഞാൻ എന്ന് ഞാൻ കാണുന്ന ആളുകളോട് മുഴുവനും ഞാൻ പറഞ്ഞു. അങ്ങനെ കൃപാസന മാതാവിൻ്റെ ശക്തിയാൽ, എൻ്റെ ഈശോയുടെ ശക്തിയാൽ
ഏട്ടൻ യാതൊരു കുഴപ്പവുമില്ലാതെ ഇന്ന് ഈ അൾത്താരയുടെ മുന്നിൽ നിൽക്കുകയാണ്. അൾത്താരയുടെ മുന്നിൽ നിൽക്കുമ്പോഴും എൻ്റെ മാതാവേ, ഇവിടം വരെ എന്നെ കയറ്റാൻ ഒരുപാട് പ്രതിസന്ധികളുണ്ടായിരുന്നു. പക്ഷെ എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത് എൻ്റെ മാതാവിൻ്റെ പ്രാർത്ഥന കേട്ട് എൻ്റെ അമ്മയോട് ഒത്തുചേർന്ന് നിന്ന് ഞാൻ ഈ പറയുന്നതൊന്നും ഞാനല്ല, ഒരു കഴിവുമില്ലാത്ത എന്നിലൂടെ എൻ്റെ മാതാവ് സംസാരിക്കുകയാണ്. നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്ന ഓരോരുത്തരും കണ്ണീരൊഴുക്കുന്നുണ്ട്. എല്ലാവരും കണ്ണീരൊഴുക്കി പ്രാർത്ഥിച്ചോ. ജീവനുള്ള മാതാവ് ഇവിടെയുണ്ട്. ഈ മാതാവിനെ വിട്ടുപിരിഞ്ഞ് നിങ്ങൾ വേറെ എങ്ങോട്ടും ഓടേണ്ടി വരില്ല. യേശുവേ നന്ദി, മാതാവേ നന്ദി. 2 വാക്ക് സംസാരിക്കാനായിട്ട് ഞാൻ ഹസ്ബൻഡിൻ്റെ കൈ കൊടുക്കുവാണ്. എൻ്റെ ഭാര്യ പറഞ്ഞ കാര്യം 100% സത്യമാണ്. ഞാൻ തന്നെ വിശ്വസിച്ചില്ല, എൻ്റെ രോഗം മാറുമെന്ന് ഞാൻ വിശ്വസിച്ചില്ല. കാരണം ഞാൻ ടെക്നിക്കലായിട്ടും ഒത്തിരി സെർച്ച് ചെയ്ത് ഞാൻ പഠിച്ചതാണ്. കാരണം രണ്ടാമത് വന്നത് ഈ സെയിം സെൽസ് ആയതുകൊണ്ട്, അതും ലിംഫ് നോട്ട്സിലാണ് വന്നത്. അതുകൊണ്ട് സർജിക്കലായിട്ട് വേറെ ഒരു മാർഗ്ഗമില്ലായിരുന്നു. ഉള്ള ഓപ്ഷൻ ഇവൻ HER2 നെഗറ്റീവ് ആയതുകൊണ്ട് നമുക്ക് ഇമ്മ്യൂണോതെറാപ്പിയൊക്കെ ഇമ്മ്യൂണോതെറാപ്പി, കോൺസെൻട്രേറ്റഡ് തെറാപ്പി ഇതൊന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു. ആകെയുള്ളൊരു ഓഫ് കീമോ മാത്രമായിരുന്നു. അതുവരെ ഞാൻ ഈ പറഞ്ഞ പോലെ വലിയ വിശ്വാസമുണ്ട്, പക്ഷേ അമിത വിശ്വാസമൊന്നും അല്ലായിരുന്നു. പക്ഷേ ബിബി കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് കഴിഞ്ഞ പ്രാവശ്യം ഞാനിവിടെ വന്നപ്പം ഞാനിവിടെ അവിടെ കിടക്കുമായിരുന്നു. അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നി, മാതാവ് എൻ്റെ പരിഷ്കാരം കഴിഞ്ഞ് ഇത് അസുഖം മാറിക്കഴിഞ്ഞാൽ ഞാനിവിടെ നിന്ന് സാക്ഷ്യം പറയുമെന്ന് ഞാൻ പറഞ്ഞു. അത് ഉണ്ടായി. അതിൽ ഞാൻ മാതാവിൽ ഒത്തിരി നന്ദി പറയുന്നു. താങ്ക് യു. സങ്കീർത്തനം 34 5 മുതൽ 7 വരെ തിരുവചനങ്ങൾ. അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി, അവർ ലജ്ജിതരാവുകയില്ല. ഈ എളിയവൻ നിലവിളിച്ചു, കർത്താവ് കേട്ടു, എല്ലാ കഷ്ടതകളിൽ നിന്ന് അവനെ രക്ഷിക്കുകയും ചെയ്തു. കർത്താവിൻ്റെ ദൂതൻ ദൈവഭക്തരുടെ ചുറ്റും പാളയമടിച്ച് അവരെ രക്ഷിക്കുന്നു. ബിബി ഷോബി എന്ന ഈ സഹോദരിയും ജീവിത പങ്കാളിയും മരണത്തിൻ്റെ വക്കിൽ നിന്നും ജീവൻ തിരിച്ചു കിട്ടിയ സന്തോഷത്തോടെ പരിശുദ്ധ കൃപാസന മാതാവിൻ്റെ തിരുനടയിൽ വലിയ രോഗസൗഖ്യത്തിന് സാക്ഷ്യം പറയുന്നു, നന്ദി പറയുന്നു. പ്രിയമുള്ളവരെ, സുന്ദരമായ ഒരു വിശ്വാസ സാക്ഷ്യമാണ് ബിബി ഈ അൾത്താരയിൽ പങ്കുവെച്ചത്. എല്ലാം തകർന്നു പോയി, ജീവിതം കൈവിട്ടു, ദാമ്പത്യം തീർന്നു, കുടുംബം താറുമാറായി, രോഗം കുടുംബത്തെ തീർത്ത് കളയുന്നു എന്ന കരുതിയിടത്ത് നിന്ന് ജീവിതത്തെ, ജീവിത പങ്കാളിയെ, കുടുംബത്തെ, വിശ്വാസത്തെ, ദൈവസ്നേഹത്തെ തിരികെ പിടിച്ചുകൊണ്ടുള്ള മകളുടെ വലിയ യാത്രയുടെ സാക്ഷ്യമാണ് ഈ അൾത്താരയിൽ പങ്കുവെച്ചത്. ഈ കുടുംബത്തിന് ലഭിച്ച ഈ വലിയ ദൈവാനുഭവങ്ങൾക്ക്, രോഗസൗഖ്യത്തിന് അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം.